Last day we have started the second semester portions and we have started from module 1 and we have got the concepts of functions, algebraic operations of functions, composite of functions, and we have defined the concepts of domain and range, and we have defined the odd functions and even functions. Today we have the concept of graph. Graph of a function is the geometrical representation of the function. The graph of a function f is the set of all points of xy such that y equal to f of x, where x lies in the domain of f. To draw the graph of a function f, we have to make a table of xy pairs that satisfy the function y equal to f of x. In the second step, we have to plot the points xy whose coordinate appear in the table. In the third step, draw a smooth curve through the plotted points. Now we have some examples. So we have identity function f of x equal to x and squaring function f of x equal to x square, and let's look into how to draw the graphs of these functions, and you can draw the remaining graphs. First example, identity function, which is f of x equal to x. നമ്മൾ ആദ്യം ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി we have to identify the domain of the function. So here the maximum possible value of f is from, this is for possible for all possible values, so this will be from minus infinity to infinity. നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എക്സും എഫ് ഓഫ് എക്സിനുമായിട്ട് ഒരു ടേബിൾ ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ പോസിബിൾ ആണ്, പക്ഷെ നമ്മളൊരു അടുപ്പിച്ചൊരു വാല്യൂ ഗ്രാഫിൽ വരയ്ക്കാൻ പാകത്തിന് -2 ആണെങ്കിൽ -2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. -1ന് -1, 0ക്ക് 0, 1ന് 1, 2ന് 2. ഇതുപോലെ ഒരു ടേബിൾ ഫോം ചെയ്യുക. അടുത്തത് നമ്മൾ സാധാരണ പോലെ തന്നെ ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുക. ഇത് 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ ഇവിടെയായിട്ട് -1, ഇവിടെ -2, ഇങ്ങോട്ട് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ -1, ഇവിടെ -2. ഇനി ഓരോ പ്ലോട്ടിലും ഇത് ചെയ്യുക. 1 വരുമ്പോൾ when x equals 0, f of x is, this is x, this is f of x. When x equal to 0, this will be 0. When x equals -1, point will be -1. When x equals -2, point will be in -2. When x equals 1, point will be in 1. This will be 2. നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അടുത്ത ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് സ്ക്വയറിംഗ് ഫംഗ്ഷനാണ്. y equal to f of x equal to x square. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സിന് മാക്സിമം പോസിബിൾ വാല്യൂസ് വിൽ ബി ഫ്രം -infinity to infinity. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് 0ക്ക് അടുത്തുള്ള വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യണം. സോ അത് നമ്മൾ ടേബിൾ ഫോം ചെയ്യണം. ദിസ് ഈസ് എക്സ്, എഫ് ഓഫ് എക്സ്. എക്സിന് 0 വരുമ്പോൾ അടുത്തുള്ള വാല്യൂസ് ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യുക. 0 വരുമ്പോൾ 0, ഇച്ചിരി കിട്ടാൻ വേണ്ടിയിട്ട് -1 വരുമ്പോൾ 1, -2 വരുമ്പോൾ 4, 1 വരുമ്പോൾ 1,
2 വരുമ്പോൾ 4. ഇനി നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുക. എക്സ് വൈ വരയ്ക്കുക. എക്സ് എഫ് ഓഫ് എക്സ്. സീറോ 1 2. ഇവിടെ 4 വരെ പോകണം. 1 2 3 4. ഇത് -1 -2. -2 വരുമ്പോൾ 4. 1 വരുമ്പോൾ 1 0. 1 1 2 4. അങ്ങനെ ഗ്രാഫ് വിൽ ബി സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മളൊരു സ്മൂത്ത് കർവ് വരയ്ക്കുക. സിമിലർലി നമുക്ക് 1/xൻ്റെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 0 പോയിൻ്റ് അല്ല. അപ്പം എക്സ് ഈക്വൽ ടു 0 ഡൊമൈനിലില്ല. അത് ഒഴിവാക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. Similarly, we can draw the graph of absolute value function or modulus function of f of x equal to mod of x. So, and you have a problem. Draw the graph of the function y equal to square root of 4 minus x. നമ്മൾ ആദ്യം ഇതിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കണം. ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് 4 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഇതിൻ്റെ ഉള്ള റിയൽ വാല്യൂസും, വിച്ച് ഇംപ്ലൈസ് 4 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. സോ ദെയർഫോർ ഡൊമെയിൻ ഓഫ് എഫ് ഈസ് -∞ 4 എന്നുള്ളത് ക്ലോസ്ഡ് ആണ്. ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ എല്ലാ വാല്യൂസും പോസിറ്റീവ് റൂട്ട്സ് ആണ്. സോ 0 ഇൻഫിനിറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ ടേബിൾ വരയ്ക്കണം വാല്യൂസ് കൊടുത്തിട്ടുള്ള. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ എക്സിന് 4 വരെയാണ് പോസിബിൾ വാല്യൂസ്. എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് എക്സ്. നമ്മൾ ഏറ്റവും ആദ്യം 4 എന്നുള്ള വാല്യൂ കൊടുത്തു. അതാണ് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വാല്യൂ. എക്സിന് എടുക്കാവുന്ന ഏറ്റവും കൂടിയ വാല്യൂ 4. സോ വെൻ 4x ഈക്വൽ ടു 4 y f of x ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് ഈക്വൽ ടു 0. ആൻഡ് ഇനി അടുത്തത് 3.75 എടുത്തു. 3.75 എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് 3.75 ഇസ് 0.25. എൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5. ഈ 3 എടുക്കുവാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് 3 സ്ക്വയർ റൂട്ട് ഓഫ് 1. അടുത്തത് 2 എടുക്കുവാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 മൈനസ് 2 റൂട്ട് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് റൂട്ട് 2 എന്ന് തന്നെ നമുക്ക് എഴുതാം. പിന്നെ 1 എടുക്കുമ്പോൾ റൂട്ട് 3, 0ക്ക് 2 -1ന് റൂട്ട് 5. ഇത്രയും വാല്യൂസാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് പ്ലോട്ട് ചെയ്യുക ഗ്രാഫിക്കലായിട്ട്. സീറോ എഫ് ഓഫ് എക്സ് -1 വരെ എടുത്തോളൂ. അപ്പോൾ ഇത് -1 1 2 3 4. 4ൽ വാല്യൂ ഇസ് 0. ഈ 3.75ൽ 0.5. അപ്പോൾ ഇവിടേക്ക് 1 2 നമുക്കിപ്പോൾ റൂട്ട് 5 വരെ ആയിട്ടും മോർ ദാൻ സംതിങ് റൂട്ട് 5 ഇസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ 4 വരുമ്പോൾ 0, 3.75ൽ 0.5 അതിവിടെ ആയിട്ട് വരും. അടുത്തത് 3ൽ 1 ഇവിടെ വന്നു. അടുത്ത 2ൽ റൂട്ട് 2 ഇസ് 1.76 ഇപ്പോൾ ഇവിടേക്ക് ആയിട്ട് വരും. ഈ വാല്യൂസ് 4ന് ഇവിടെ 0.5 ഇവിടെ 1 അടുത്ത 2 വരുമ്പോൾ റൂട്ട് 2 എന്ന് പറയുന്നത് 1.76 3ക്ക്
1ൽ 3 അല്ല 1.4 ഇപ്പോൾ 0 എത്തുമ്പോൾ 2. അടുത്തത് -1 എത്തുമ്പോൾ √5 > 2. അപ്പം ഇങ്ങനെയാണ് ആ ഗ്രാഫ് പോവുക. Next concept is vertical line test. This is a criterion to check the graph of an equation is a function. We have a graph and we have to check whether it is a function. So the criteria is a curve in the xy plane is the graph of a function f defined by the equation y equal to f of x if and only if no vertical line intersect the curve at more than one point. ഗ്രാഫ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ 2 വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ ലൈൻ 2 പോയിന്റിൽ മോർ ദാൻ 1 പോയിന്റ് എവിടെയെങ്കിലും ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് ഗ്രാഫ്സ് ഓഫ് ട്രാൻസ്ഫോംഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് കൺസെപ്റ്റ് ഈസ് വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫോംഡ് ഫംഗ്ഷൻ ഇതാണ്, വെർട്ടിക്കൽ ട്രാൻസ്ലേഷൻ. സോ g of x equal to f of x plus c, which shifts the graph y equal to f of x straight up by c units. Example, y equal to x square plus 2 is obtained by shifting the graph y equal to x square straight up by 2 units. നമുക്ക് y equal to x square ഒരു പരാബോള ഉണ്ട്, അതിന് മുകളിലേക്ക് 2 യൂണിറ്റോടെ മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് y equal to x square plus 2. Now the horizontal translation, g of x equal to f of x plus c, shift the graph y equal to f of x to left by c units. Example, y equal to x minus 1 all square is obtained by shifting the graph y equal to x square to right by 1 units. ഇവിടെ -1 ആണ്, അതുകൊണ്ടാണ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോം ഫംഗ്ഷൻസ്. നൗ വി ഹാവ് the vertical stretching and compressing. G of x equal to c of f of x is obtained from the graph of f by stretching the latter vertically by c. Horizontal stretching, g of x equal to f of cx is obtained from the graph of f of x by stretching the latter horizontally by c. Next is reflecting, g of x equal to minus f of x is obtained from the graph of f by reflecting the latter with respect to x-axis. Similarly, g of x equal to f of minus x is obtained from the graph of f by reflecting the latter with respect to y-axis. Now you have a problem. Graph the parabola y equal to x square minus 2x minus 3. Label the vertex, axis and intercepts. The given equation of parabola can be rewritten as x minus 1 all square minus 1 minus 3, which is equal to x minus 1 all square minus 4. Therefore, the graph of the given equation is obtained by shifting the graph y equal to x square 1 unit horizontally and minus 4 units vertically. The graph of the parabola y equal to x square has the vertex 0 0 and axis is x equal to 0. Therefore, the given parabola y equal to x minus 1 all square minus 4, the vertex is 1 minus 4 and the axis is x equal to 1. Now we have to find the intercepts. For that, put y equal to 0, which implies x square minus 2x minus 3 equal to 0.
here sum equal to minus 3 and product equal to sum equal to minus 2 and product equal to minus 3. Therefore the terms are x minus 3 into x plus 1 equal to 0. That implies x equals 3 and minus 1. Hence the parabola intersects at 3, 0 and minus 1, 0. Now we have to sketch the graph y equal to x minus 1 all square minus 4. For that, first we have to draw a table. Now we know that its vertex is 1 minus 4. So take the values near 1. So when x equal to 1, 1 minus 1 all square is equal to 0, 0 minus 4 minus 4. When x equals 0, 0 minus 1 all square is 1, 1 minus 4 is minus 3. When x equals minus 1, minus 1 minus 1 all square is minus 2 square, 4, 4 minus 4 equal to 0. When x equals 2, 2 minus 1 all square is 1 minus 4 equal to minus 3. When x equals 3, 3 minus 1 all square equal to 3 minus 1 all square is equal to 4, 4 minus 4 equal to 0. Now we have to sketch this graph. For that, first draw the axis x. Our y points are up to minus 4. So minus 1, minus 2, minus 3, minus 4. Here 1, 2, here minus 1, minus 2, 3. When x equals minus 1, the point is 0. When x equals 0, our point is minus 3. So this will be from like this. When x equals 1, it becomes 4, minus 4. When x equals 2, again minus 3. When x equals 3, it becomes 0. So this is the graph. This is the 1 minus 4 is the vertex. We have to label that vertex, and this is the x equals 1. Is the axis, and the x intercepts are minus 1, 0 and 3, 0 are the x intercepts.